ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒടുവിൽ ആ കാത്തിരുന്ന നിമിഷം വന്ന് എത്തിയിരിക്കുകയാണ് കേട്ടോ. സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ നവ്യ അബിയുടെ മുഖംമൂടി വലിച്ചു കീറുന്ന ഒരു വിശേഷമാണ് ഇന്ന് പറയാൻ പോകുന്നത്. വല്ലാത്തൊരു ആവേശവും ആകാംക്ഷയും നിറഞ്ഞ സംഭവങ്ങളും നവ്യയുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത മാറ്റങ്ങളുമാണ് ഇനി അങ്ങോട്ടേക്ക് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഒടുവിൽ സത്യങ്ങളൊക്കെ നവ്യ തിരിച്ചറിയുകയാണ്. ആ ഒരു എപ്പിസോഡിന്റെ വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ജാനകിയും ദേവയാനിയും നയനയൊക്കെ കൂടിയിട്ട് സംസാരിക്കുന്നത് നവ്യ അറിയാതെ കേൾക്കാൻ ഇടയാവുകയാണ്. ആ സംഭാഷണത്തിലൂടെ വലിയൊരു സത്യം തന്നെ നവ്യ തിരിച്ചറിയുന്നുണ്ട്. താൻ ജീവന തുല്യം സ്നേഹിക്കുന്ന തന്റെ ഭർത്താവ് അബി തന്നെയാണ് ചന്തുമോളുടെ യഥാർത്ഥ പിതാവെന്നുള്ള കാര്യങ്ങൾ നവ്യ അവരുടെ വായിൽ നിന്ന് അറിയുന്നുണ്ട്. ഈ ഒരു സങ്കടവാർത്ത നവ്യയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തുന്നുണ്ടെങ്കിലും അതൊക്കെ പുറത്തു പറയാനോ ആരോടും കലഹിച്ച് ജയിക്കാനോ നവ്യ മുതിരുന്നില്ല. സാഹചര്യങ്ങൾ ഇപ്പോൾ തനിക്ക് അനുകൂലമല്ലെന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ അല്പം കാത്തിരുന്നിട്ടാണെങ്കിലും തന്നെ വഞ്ചിച്ചവനോട് പകരം വീട്ടാൻ തന്നെ നവ്യ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം തന്നെ അബിയും ജലജയും കൂടെ തങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും കൂടെ ഇപ്പൊ അനന്തപുരിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ജലജ അബിയോട് പറയുന്നുണ്ട്, നവ്യനെ നീ എരിവ് കയറ്റിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നവരെങ്കിലും നമ്മൾ നവ്യെ സോപ്പിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ അബിയും പറയുന്നുണ്ട്, അതെ, അതുകൊണ്ട് മാത്രമാണ് അവളെ ഞാൻ ഇപ്പോഴും സഹിച്ച് മുന്നോട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ അവളെയും ഞാനൊരു കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞേനെ. ഇപ്പൊ നമുക്ക് മുമ്പിലുള്ള ഒരു തുറപ്പ് ചീട്ടാ അവള്. നമുക്കിപ്പോ ഇവിടെ പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളി കൂടി അവള്. അതുകൊണ്ടാണ് അവളെ ഞാൻ ഇങ്ങനെ ചൂട് പിടിപ്പിച്ച് നിർത്തിയേക്കുന്നത് എന്നൊക്കെ പറയണത് നമ്മുടെ നവ്യ കേൾക്കുകയാണ്. അനന്തപുരിയിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുടുംബകലഹം സൃഷ്ടിക്കാനും അതുപോലെ തന്നെ സ്വത്തുക്കളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ വീതം വെക്കാനും തനിക്ക് കിട്ടാനുള്ള പങ്കുകളൊക്കെ മേടിച്ചെടുത്തുകൊണ്ട് തന്നെ നവ്യനെ തന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കി മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണമെന്നൊക്കെ തന്നെ നമ്മുടെ അബി പറയുന്നത് പുറത്തു നിന്ന് നവ്യ കേൾക്കുകയാണ്. അബിക്ക് വേണ്ടിയിട്ട് എല്ലാവരെയും വെറുപ്പിച്ച് നവ്യ കൂടെ നിന്നപ്പോൾ പോലും അവന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചതിയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്നുള്ള കാര്യം നവ്യം അറിയുന്നില്ല കേട്ടോ. സ്നേഹനിധിയായ തന്റെ ഭർത്താവ് തന്നെ ചതിക്കുകയാണ്. അയാൾ തന്നെയും കുഞ്ഞിനെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു വിശ്വാസമൊക്കെ കൂടിയായിരുന്നു നവ്യയുടെ മനസ്സിൽ. എന്നാൽ അബിയുടെ വായിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന നവ്യയ്ക്ക് അത് വല്ലാത്തൊരു ഷോക്കാവുകയാണ്. ഒന്നും മിണ്ടാനോ ഉറക്കെ കരയാനോ കഴിയാതെ തന്നെ നവ്യ ഇങ്ങനെ സ്തംഭിച്ച് നിന്ന് പോവുകയാണ്. ഞാനിവിടെ ഉള്ളതുകൊണ്ടാണ് അബിക്കും ജലജയ്ക്കും ഒക്കെ ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ജലജ ആ സമയത്ത് പറയുന്നുണ്ട്. അപ്പോഴേക്കും അബി പറയുന്നുണ്ട്, അതെനിക്ക് അറിയാമല്ലോ അമ്മേ, അതുകൊണ്ടാണല്ലോ ഞാൻ അവളെ സോപ്പിട്ട് കൂടെ നിർത്തിയേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അവളെയും കുഞ്ഞിനെയും ഒഴിവാക്കാൻ ഞാൻ എന്തും ചെയ്യാൻ മടിക്കില്ല എന്നൊക്കെ തന്നെ അബി പറയുന്നുണ്ട്. തനിക്ക് ഇഷ്ടമുള്ളതുപോലെ കോടീശ്വരിയായ ഒരു പെണ്ണിനെ തന്നെ വിവാഹം കഴിച്ച് ഒരു രാജകുമാരനെ പോലെ തന്നെ ജീവിക്കണം എന്നാ എൻ്റെ ആഗ്രഹം എന്നൊക്കെ അബി വെളിപ്പെടുത്തുന്നുണ്ട് ജലജയുടെ മുമ്പിൽ. അപ്പോഴേക്കും ജലജ അബിയോട് ചോദിക്കുന്നുണ്ട്, എടാ, നവ്യനെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നിനക്ക് എളുപ്പമായിരിക്കും. പക്ഷെ നിന്റെ സ്വന്തം ചോരയിലുണ്ടായ കുഞ്ഞല്ലേടാ അനന്തപത്മനാഭൻ. ആ കുഞ്ഞിനെ നീ എങ്ങനെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അബി ഒരു മനസാക്ഷി ഇല്ലാതെ തന്നെ പറയുന്നുണ്ട്, അമ്മേ, അത് ഞാൻ ആഗ്രഹിച്ചുണ്ടായ കുഞ്ഞല്ല. നവ്യ ഗർഭിണിയായിരുന്ന സമയത്ത് തന്നെ ആ കുഞ്ഞിനെ നവ്യയും കൊല്ലാനൊക്കെ ആയിട്ട് നമ്മൾ എത്രമാത്രം ശ്രമിച്ചിട്ടുണ്ടമ്മേ. അവളുടെ വയറ്റിൽ നിന്ന് ആ കുഞ്ഞിനെ അങ്ങ് ഇല്ലാതാക്കാൻ നമ്മൾ എന്തോരം പരിശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ അമ്മ മറന്നുപോയോ? അങ്ങനെ എനിക്ക് ആ കുഞ്ഞിനോട് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഇപ്പം ഇങ്ങനെ പറയില്ലായിരുന്നല്ലോ എന്നൊക്കെ തന്നെ ചോദിക്കുക. അങ്ങനെ അബിയുടെ മനസ്സിലുള്ള ഇത്രയും ദുഷ്ടപ്രവർത്തികളും ഇത്രയും ക്രൂരനായ ഒരു മനസ്സിനുടമയാണ് അബി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നവ്യ മറഞ്ഞു നിന്ന് തന്നെ കേൾക്കുകയാണ്. മുമ്പ് ക്ഷേത്രത്തിൽ വെച്ച് എണ്ണ ഒഴിച്ച് വീഴിക്കാൻ നോക്കി, അതുപോലെ തന്നെ ശൂലം കൊണ്ട് അവളുടെ വയറിൽ കുത്താനും നോക്കി. ഗർഭം അലസിപ്പിക്കാനായിട്ട് അന്ന് അവൾക്ക് പപ്പായ ജ്യൂസ് കൊടുത്തതും ഞാൻ തന്നെയാണ്. അങ്ങനെ എന്തെല്ലാം ഞാൻ ചെയ്തു, എന്നിട്ട് പോലും ആ കുഞ്ഞ് ജനിച്ചു എന്നുള്ളതാ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നവ്യ ഞെട്ടിത്തെറിച്ച് പോവുകയാണ് കേട്ടോ. സ്വത്തുക്കളൊക്കെ നമ്മുടെ കൈകളിലേക്ക് വന്നെത്താൻ വേണ്ടിയിട്ട് മാത്രമാമേ ഞാൻ അവളെ എൻ്റെ ജീവിതത്തിൽ കൂട്ടി നിർത്തിയേക്കുന്നത്. അതെല്ലാം കൈ കിട്ടിക്കഴിഞ്ഞാൽ അവളെ ഞാൻ പുഷ്പം പോലെ പുറത്താക്കുമെന്നും പറയുകയാണ്. അങ്ങനെ അബി ഇതുവരെ ചെയ്ത ചതികളും അബിയുടെ മനസ്സിലിരിപ്പും എല്ലാം നവ്യ കേൾക്കുകയാണ്. എന്നാൽ ഇതൊക്കെ കേൾക്കുന്ന നവ്യ ആകെ അവിടെ തകർന്നു പോവുകയാണ് കേട്ടോ. ശരീരം തളർന്നു പോകുന്ന പോലെ തന്നെ നവ്യക്ക് തോന്നുന്നുണ്ട്. എന്നാലും തൽക്കാലം നിശബ്ദമായിക്കൊണ്ട് തന്നെ നവ്യ അവിടുന്ന് പോവുകയാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് താൻ ശരിക്കും ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥയിലാണെന്ന് നവ്യ മനസ്സിലാക്കുകയാണ്. അങ്ങനെ റൂമിൽ വന്ന് സങ്കടത്തോടിരിക്കുന്ന സമയത്ത് അബി അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് പതിവ് പോലെ തന്നെ കപട സ്നേഹം കാണിച്ച് നവ്യെ സോപ്പിട്ട് തന്നെ നിർത്താൻ നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോയതായിരുന്നു മോളെ എന്ന്. മുഖമൊക്കെ വാടിയിരിക്കുന്നല്ലോ, നേരെ ഒരുപാടായില്ലേ, മോളിനിക്ക് ഇടുന്നോ? അല്ല, മോളെന്തേലും ഭക്ഷണം കഴിച്ചായിരുന്നോ? അബിയുടെ ഈ കപട സ്നേഹമൊക്കെ കണ്ടിട്ട് താൻ ഇത്ര നാളും ചതിക്കപ്പെടുമായിരുന്നല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ അബിയെ കൊല്ലാനുള്ള ദേഷ്യമാണ് കേട്ടോ നമ്മുടെ നവ്യക്ക് തോന്നുന്നത്. എന്നാലും അതൊന്നും പുറത്ത് പ്രകടിപ്പിക്കാതെ തന്നെ എല്ലാം സഹിച്ചും ശ്രമിച്ചും നിൽക്കുകയാണ് കേട്ടോ നവ്യ.
എന്നിട്ട് അബി ഒന്നും അറിയാത്തവനെ പോലെ തന്നെ നവിയോട് ചോദിക്കുന്നുണ്ട്, അല്ല മോള് പാല് കുടിച്ചായിരുന്നോ? നാളെ ഷൂട്ടിങ്ങിന് പോകേണ്ടതല്ലേ? എൻ്റെ മോളിപ്പം നല്ല സുന്ദരിയല്ലേ? ഇനി അങ്ങോട്ടേക്കും ഈ സൗന്ദര്യം ഇതുപോലെ തന്നെ ഉണ്ടാവണം, എങ്കിലേ മോളെ തേടി ഇഷ്ടംപോലെ അവസരങ്ങൾ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സോപ്പിടുകയാണ് കേട്ടോ. അപ്പോഴേക്കും നവ്യ ഒരു മനസ്സോടെ തന്നെ അബിയോട് പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരു ക്ഷീണം പോലെ, ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ, പിന്നെ നാളെ ഷൂട്ടിന് പോകാൻ എനിക്ക് തോന്നുന്നില്ല, എന്തോ ഒരു മടുപ്പ് പോലെ എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുമ്പോഴേക്കും അബി പറയുന്നുണ്ട്, തറവാട്ടിലെ ശത്രുക്കളോട് പകരം വീട്ടാൻ നമുക്ക് പണം ആവശ്യമാണ് മോളെ, അതുകൊണ്ട് മോള് ഷൂട്ടിന് പോകാതിരിക്കരുത്. നാളത്തെ ഷൂട്ടിങ്ങിന് ചെല്ലാന്ന് മോൾ അവരോട് പറഞ്ഞല്ലേ, മോള് പോയില്ലെങ്കിൽ മോളുടെ സ്ഥാനത്ത് അവർ വേറെ ആരെങ്കിലും എടുത്താലോ എന്നൊക്കെ പറയുമ്പോഴേക്കും നവ്യയുടെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. നവ്യ പറയുന്നുണ്ട്, ഓ എനിക്ക് എന്തോ സുഖമില്ലാത്ത പോലെ, എനിക്ക് ആപ്പാടെ വല്ലാത്തൊരു ക്ഷീണം, നേരത്തെ ഒരു ഉത്സാഹമൊന്നും എനിക്കിപ്പോൾ തോന്നുന്നില്ല, എന്തായാലും ഞാൻ 2 ദിവസം റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും ഒരു തൃപ്തിയില്ലാതെ തന്നെ അബി റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇവക്കിതെന്താ പറ്റിയ, ഇവളുടെ ചൂട് പോയോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ നമ്മുടെ അബി പോയതിനു ശേഷം നവ്യ അബി ചെയ്ത ക്രൂരതകളൊക്കെ ഓർത്ത് പൊട്ടിക്കരയുകയാണ്. ഞാൻ ഇത്രയും നാളും സ്വന്തം ജീവനെ പോലെ സ്നേഹിച്ചത് ഒരു വിഷപ്പാമ്പിനെയാണല്ലോ എന്നൊക്കെ ഓർത്ത് നവ്യയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. നയനയും നന്ദുവും ഒക്കെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു എന്ന് നവ്യയ്ക്ക് ആ സമയത്ത് ബോധ്യപ്പെടുകയാണ്. അബി കുറച്ചു ദിവസം ജയിലിൽ കിടന്നത് ഒന്നിനും ഒരു പകരമാകില്ല എന്നും അവൻ ഒരായുഷ്കാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടവനായിരുന്നുവെന്നും നവ്യ ആ സമയത്ത് ചിന്തിച്ചു പോവുകയാണ്. സ്വന്തം കുഞ്ഞിനെ പോലും കരുതാതെ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ച അബിയോടും അതിന് കൂട്ടുനിന്ന ജലജോടും ഒക്കെ നവ്യയ്ക്ക് അടങ്ങാത്ത ദേഷ്യം തന്നെയാണ് കേട്ടോ തോന്നുന്നത്. എന്നെ കരുവാക്കി ഈ സ്വത്തുക്കളൊക്കെ തട്ടിയെടുത്ത് മറ്റൊരുവളുടെ കൂടെ നീ സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതണ്ടടാ അബി, നിനക്കുള്ള ശിക്ഷ ഞാൻ തന്നെ നൽകും, നിന്നെ ഞാൻ ഇക്ഷ എണ്ണ വരപ്പിക്കും, ഇനി നിനക്ക് സന്തോഷത്തോടെ ഒരു ജീവിതം ഉണ്ടാവില്ല എന്നൊക്കെ തന്നെ നമ്മുടെ നവ്യ തീരുമാനിക്കുകയാണ്. അങ്ങനെ അബിയോട് എങ്ങനെയും പ്രതികാരം വീട്ടണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് തന്നെ നമ്മുടെ നവ്യയ്ക്ക് അന്നത്തെ രാത്രി ശരിക്കും ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല. ആ സമയത്തും ആദർശേട്ടനും നയനും ഒക്കെ തനിക്ക് വേണ്ടിയിട്ട് ചെയ്ത ത്യാഗങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ് കേട്ടോ നവ്യ. ഈ ഒരു സത്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ളൊരു ഭയം കൊണ്ടാണ് ആദർശേട്ടനും നയനയൊക്കെ ഈ സത്യം ഞാൻ അറിയാതെ ഇത്രയും നാൾ മറച്ചു വെച്ചതെന്നും സമൂഹത്തിന് മുമ്പിൽ മോശക്കാരനാണെന്ന് മുദ്ര കുത്തിയിട്ട് പോലും തനിക്ക് വേണ്ടിയിട്ടാണ് അതെല്ലാം സഹിച്ചതെന്നും നവ്യ ഓർക്കുന്നുണ്ട്. ആ സമയത്ത് അവരോടൊക്കെ മനസ്സുകൊണ്ട് തന്നെ ഒരുപാട് തവണ മാപ്പ് പറയുകയും ഒരു പശ്ചാത്താപത്തോടെ തന്നെ എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കുകയാണ് നവ്യ. അങ്ങനെ അബിയുടെയും ജലജയുടെയും മനസ്സിലുള്ള കാര്യങ്ങളും അവർ ചെയ്തു കൂട്ടിയ ചതികളും വഞ്ചനയും ചതിയും ഒക്കെ ഓർത്തിട്ട് നവ്യയ്ക്ക് അന്ന് ഉറങ്ങാനേ കഴിഞ്ഞിട്ടില്ല. മുത്തച്ഛനോട് താൻ കാണിച്ച അഹങ്കാരവും അനാദരവും ഒക്കെ ഓർത്തിട്ട് തന്നെ നവ്യ നീറിപ്പോകുകയാണ്. നാട് മുഴുവൻ ആദരിക്കുന്ന ആ ഒരു വലിയ മനുഷ്യനോട് വളരെ ധിക്കാരത്തോടെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തതും മാന്യമല്ലാത്ത രീതിയിലുള്ള വസ്ത്രധാരണം നടത്തി അവരെ വേദനിപ്പിച്ചതും തറവാടിനെ അപമാനിച്ചതും ശത്രുവശത്തുള്ള ആൾക്കാരുടെ കൂടെ സഹവാസം കാണിക്കുകയും അവരുടെ പരസ്യങ്ങളൊക്കെ പോയി അഭിനയിക്കുകയും ഒക്കെ ചെയ്തത് വലിയൊരു കുറ്റമായി തന്നെ നമ്മുടെ നവ്യയുടെ മനസ്സിൽ കിടക്കുകയാണ്. അതൊക്കെ വലിയൊരു തെറ്റാണെന്ന് നവ്യ തിരിച്ചറിയുകയാണ്, അതൊക്കെ മനസ്സിലാക്കുകയാണ്. ഇതൊക്കെ ഓർത്തിട്ട് ഒരു മനസ്സമാധാനവും കിട്ടാതെ താൻ ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ ഓർത്തിട്ട് തന്നെ നവ്യ മുത്തശ്ശന് മുമ്പിൽ എത്തുകയാണ്. മുത്തശ്ശന് കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചുകൊണ്ട് തന്നെ നവ്യ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ നിയന്ത്രണം വിട്ട നവ്യ എല്ലാ കാര്യങ്ങളും മുത്തശ്ശനെയും മുത്തശ്ശിയുടെ മുമ്പിൽ പറയുകയാണ്. ചന്തമോളുടെ അച്ഛൻ അബിയാണെന്നുള്ള കാര്യം താൻ അറിഞ്ഞുവെന്നും താൻ ആത്മഹത്യ ചെയ്ത് ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദർശേട്ടനും നയനയും കൂടെ ഇങ്ങനെ ഒരു ത്യാഗം സഹിച്ചതും എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകൾ കേട്ടതും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നവ്യ തുറന്നു പറയുന്നുണ്ട്. അബിയും ജലജയും കൂടെ തന്നെ ചതിക്കുകയായിരുന്നുവെന്നും സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെന്നെ മുൻനിർത്തിയതാണെന്നും എന്നെ കരുവാക്കിക്കൊണ്ട് തന്നെ ഈ വീട്ടിലൊരു കുടുംബകലഹം സൃഷ്ടിക്കാനൊക്കെയാണ് അവർ പ്ലാൻ ചെയ്തതെന്നൊക്കെയുള്ള കാര്യം നമ്മുടെ നവ്യ അവരുടെ മുമ്പിൽ പറയുകയാണ്. എന്നിട്ട് നവ്യ വിതുമ്പിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഈ കുടുംബത്തിൽ മൊത്തത്തിലൊരു അപമാനം ഉണ്ടാക്കാനും ഈ തറവാടിനെ നശിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നത്. എനിക്കിനി വയ്യ മുത്തശ്ശ, ഇതുപോലെ ഒരു ചതിയൻ്റെ കൂടെ ജീവിക്കാൻ എനിക്കിനി ഒരു താല്പര്യവുമില്ല, അവനെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നവ്യ പറയുമ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാം മനസ്സിലാവുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ കൂടിയിട്ട് വല്ലാത്തൊരു വിഷമത്തിൽ തന്നെ നിൽക്കുകയാണ്. നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ നവ്യനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഞങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു മോളേന്ന് തന്നെ മുത്തശ്ശൻ പറയുകയാണ്. എങ്കിലും നിന്റെ ജീവിതം ബുദ്ധിമുട്ടിലാകുമെന്ന് കരുതിയിട്ടാണ് ഞങ്ങളിതൊന്നും മിണ്ടാതിരുന്നത്. അബിയും ജലജയും ഈ വീട്ടിൽ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഞങ്ങൾ അറിയുന്നുണ്ട്. പകുതിയും ഞങ്ങൾ കണ്ടും കേട്ടില്ല എന്ന് വെച്ച് ക്ഷമിച്ചു മിണ്ടാതിരിക്കുന്നതാണ്. അന്ന് ആ മൂർഖം പാമ്പനെ ഈ വീട്ടിൽ കൊണ്ടാക്കിയത് അവർ രണ്ടുപേരും കൂടെ തന്നെയാണ്. അതിനേക്കാളും വിഷം കൂടിയ രണ്ടുപേരാ അബിയും ജലജയും. പാല് കൊടുത്ത കൈക്ക് തന്നെ അവർ തിരിച്ചു കൊത്താൻ ഒരു മടിയും കാണിക്കില്ല എന്ന് തന്നെ പറയുകയാണ്. തനിക്ക് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്ത കുടുംബത്തോടൊപ്പം താൻ ഉറച്ചു നിൽക്കുമെന്നും അബിയും ജലജയും ഒന്നും ഇനി ഞാൻ വിശ്വസിക്കില്ല എന്നൊക്കെ വാക്ക് കൊടുക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും. നയന സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നതും അബിയെ തുറന്ന് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടാണ് നയനെ കൊല്ലാനായിട്ട് അവൻ ശ്രമിച്ചതെന്ന് തന്നെ പറയുകയാണ്. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് നയനമോൾ രക്ഷപ്പെട്ടതെന്നും മുത്തശ്ശൻ പറയുകയാണ്.
അപ്പോഴേക്കും നമ്മുടെ നവ്യ പറയുന്നുണ്ട്, അത് മാത്രമല്ല മുത്തശ്ശ, അവനും അവൻ്റെ അമ്മയും കൂടിയിട്ട് ഒരുപാട് ക്രൂരതകൾ എന്നോടും ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. മുത്തശ്ശന് ഓർമ്മയില്ലേ, ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് അമ്പലനടയിൽ വെച്ച് ഞാല് ചവിട്ടി വഴുതി വീണത്? അതൊക്കെ എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ഇവനും ഇവൻ്റെ അമ്മയും കൂടെ ചെയ്തു വെച്ചതാ. അത് മാത്രമല്ല, അതുപോലെ പല പ്രവൃത്തികളും അവർ ചെയ്തിട്ടുണ്ട്. അവൻ എന്നോട് ചെയ്ത ക്രൂരതകളൊക്കെ അവൻ്റെ വായിൽ നിന്ന് തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു മുത്തശ്ശ. അമ്മായി നയനിയൊക്കെ കൂടിയിട്ടാണ് എന്നെ രക്ഷിച്ചതെന്നൊക്കെ മനസ്സിലാക്കുന്ന നവ്യ തൻ്റെ ഭർത്താവ് ഇത്രയും വലിയൊരു ക്രൂരനായി പോയില്ല എന്നൊക്കെ ഓർത്ത് തകർന്നു നിൽക്കുകയാണ്. സ്വന്തം കുഞ്ഞിനെ പോലും കൊല്ലാൻ പഠിക്കാത്ത അബിയെ ഇനി തനിക്ക് സ്നേഹിക്കാനാവില്ല എന്ന് തന്നെ നവ്യ ഉറപ്പിച്ച് പറയുന്നുണ്ട്. മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ മാപ്പ് ചോദിക്കുന്ന നവ്യ തൻ്റെ തെറ്റായ ജീവിതശൈലിയും വസ്ത്രധാരണവും ഒക്കെ മാറ്റിക്കോളാമെന്നും താൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ രഹസ്യമായി തന്നെ ഇനിയും സൂക്ഷിക്കണമെന്നും എന്നെ ചതിച്ചവനിട്ട് എൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചവനിട്ട് ഇനി എങ്ങനെ തിരിച്ചടി കൊടുക്കണം എന്നൊക്കെയുള്ളത് എനിക്കറിയാമെന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് നവ്യ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ രാത്രി അബി നല്ല ഉറക്കമായതിനു ശേഷം നവ്യ അബിയുടെ ഫോൺ എടുത്തിട്ടൊക്കെ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ അനഘയെ കൊല്ലാനായിട്ട് ആ ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്തതും ആ ഗുണ്ടകളുമായിട്ടുള്ള ചാറ്റുകളും എല്ലാം നമ്മുടെ നവ്യ എടുത്ത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അബിക്ക് മറ്റു പല പെൺകുട്ടികളുമായിട്ടും അവിഹിത ബന്ധമുണ്ടെന്നും പലരോടും വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ചാറ്റുകളുമൊക്കെ നമ്മുടെ നവ്യ കാണുകയാണ്. എന്നിട്ട് താൻ പരിഗണിക്കാൻ പോയിട്ട് കിട്ടുന്ന പൈസ അബിയുടെ കയ്യിലാണല്ലോ കൊടുക്കുന്നത്. ആ പൈസ കൊണ്ട് അബി അഴിഞ്ഞാടി നടക്കുകയാണെന്നൊക്കെ ഉള്ളത് നവ്യ മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് ആ തെളിവുകളെല്ലാം സഹിതം ആ വോയിസ് ചാറ്റുകളും മെസ്സേജുകളും എല്ലാം സ്ക്രീൻഷോട്ട് സഹിതം നമ്മുടെ നവ്യയുടെ ഫോണിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അബി നവ്യയോട് ചോദിക്കുന്നുണ്ട്, മോളെ ഇന്ന് നീ ഷൂട്ടിന് പോകുന്നില്ലേ എന്ന്. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ഇല്ല, ഞാനിന്ന് പോകുന്നില്ല. എന്തോ എനിക്ക് വല്ലാത്തൊരു ക്ഷീണം പോലെ, ഞാനിന്ന് പോകുന്നില്ല, എന്തായാലും 2 ദിവസം റെസ്റ്റ് എടുത്തിട്ടേ പോകുന്നുള്ളൂ എന്നൊക്കെ തന്നെ പറയുകയാണ്. അപ്പോഴേക്കും അബി ചോദിക്കുന്നുണ്ട്, മോളെ ഹോസ്പിറ്റലിൽ പോകണോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും വേണ്ട, എനിക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണ്ട, ഒന്ന് നന്നായിട്ട് റെസ്റ്റ് എടുത്താൽ മാറിക്കോളൂ എന്നൊക്കെ തന്നെ നവ്യ പറയുകയാണ്. അപ്പോഴേക്കും അബി പറയുന്നുണ്ട്, എനിക്കിന്ന് പുറത്തൊരാളെ കാണാൻ പോകണമായിരുന്നു. മോള് ഷൂട്ടിന് പോകുന്നുണ്ടെങ്കിൽ മോളെ ഞാൻ അവിടെ കൊണ്ട് ആക്കിയേച്ച് പൊക്കോളാം, മോള് പോകുന്നില്ലെന്നുണ്ടെങ്കിൽ എന്നാൽ ഞാൻ പോകുവാന്നൊക്കെ തന്നെ അബി പറയുമ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട്, നീ ആരെ കാണാൻ പോവാന്ന്. അപ്പോഴേക്കും ജോലി സംബന്ധമായിട്ട് ഒരാളെ കാണാൻ പോവുകയാന്ന് തന്നെയാണ് കേട്ടോ അബി പറയുന്നത്. എന്നാൽ ശരി എന്നൊക്കെ തന്നെ നമ്മുടെ നവ്യ പറയുന്നുണ്ട്. എങ്കിലും നവ്യക്കറിയാം അബി കാണാൻ പോകുന്നത് ഒരു പെണ്ണിനെയാണെന്നുള്ള കാര്യം. അബിക്ക് പല പെൺകുട്ടികളുമായിട്ടും കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നവ്യ മനസ്സിലാക്കിയല്ലോ. അതിലേതോ ഒരു പെൺകുട്ടിയെ കാണാനായിട്ടാണ് അബി ഇന്ന് പോകുന്നത്. അവളൊരു സ്വർണ്ണമോതിരമൊക്കെ ആവശ്യപ്പെട്ടപ്പം ഒരു സ്വർണ്ണമാല തന്നെ തന്നേക്കാന്നൊക്കെ അബി ആ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുമുണ്ട്. ഇതൊക്കെ അറിയുന്ന നവ്യയ്ക്ക് വല്ലാത്ത വിഷമമൊക്കെ ആകുന്നുണ്ട്. അങ്ങനെ നവ്യ പ്രസവിച്ച് കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് മുത്തശ്ശി നവ്യയ്ക്ക് കുറേ സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ നിന്ന് ഒരു 3 പവൻ വരുന്ന ഒരു മാല തന്നെ നമ്മുടെ അബി മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. ഇത് നേരിട്ട് കണ്ട നവ്യ ഉടനെ തന്നെ മുത്തശ്ശനെയും മുത്തശ്ശിയും ഈ വിവരങ്ങളൊക്കെ അറിയിക്കുകയാണ്. അവനെ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വിളിക്കണം, ഇന്ന് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, വേണ്ട മുത്തശ്ശ, അവനെ ഇങ്ങനെ വിളിച്ചാലൊന്നും അവൻ വരില്ല. അവന് കാര്യങ്ങൾ മനസ്സിലായാൽ അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കും. അതുകൊണ്ട് അവനെ വേറെ രീതിയിൽ തന്നെ കൊടുക്കണമെന്നൊക്കെ തന്നെ നവ്യ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്, എന്തായാലും മോളവനെ തിരിച്ചറിഞ്ഞല്ലോ, അവൻ്റെ മനസ്സിലുള്ളത് യഥാർത്ഥ സ്നേഹമല്ലെന്നുള്ളത് മോക്കിപ്പം മനസ്സിലായല്ലോ. അവൻ മോളെയും കുഞ്ഞിനെയും ചതിക്കാനാണ് നോക്കിയത്. ഇനി അവനെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയാലും മോക്കും കുഞ്ഞിനും ഈ വീട്ടിൽ നിന്ന് എങ്ങും പോകേണ്ടി വരില്ല. ഇവിടെ മോക്കും കുഞ്ഞിനും സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ആ സമയത്ത് നവ്യയ്ക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അത് നവ്യയ്ക്ക് നല്ലൊരു ആശ്വാസമാണ് നൽകുന്നത്. അങ്ങനെ അബി ആ മാലയൊക്കെ എടുത്തുകൊണ്ട് പാർക്കിലോട്ട് പോകുമ്പോഴേക്കും നവ്യ അബിയെ പിന്തുടരുന്നുണ്ടായിരുന്നു. അങ്ങനെ അബി പാർക്കിൽ പോകാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് തന്നെ നവ്യയുടെ ഒരു കൂട്ടുകാരിയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തൻ്റെ ഭർത്താവിൻ്റെ പ്രവൃത്തിയിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്നും തന്നെ ഈ അവസരത്തിൽ സഹായിക്കണമെന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. അങ്ങനെ നവ്യ പറഞ്ഞത് പ്രകാരം ആ കൂട്ടുകാരി ആ സമയത്ത് പാർക്കിൽ എത്തുന്നുണ്ട്. തന്നെ സ്നേഹിച്ച് ചതിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അബിയുടെ കയ്യിൽ കയറി പിടിക്കുന്നൊക്കെയുണ്ട്. ആ സമയത്ത് ആ പെണ്ണും അബിയും തമ്മിൽ പാർക്കിൽ വെച്ചിട്ട് നല്ല വഴക്ക് തന്നെ ഉണ്ടാകുന്നുണ്ട്. അബിയെ കാണാനായിട്ട് എത്തിയ ആ പെൺകുട്ടി ഈ പെണ്ണ് പറയുന്നൊക്കെ കേട്ട് വിശ്വസിച്ച് അബിയോട് പിണങ്ങി അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് നവ്യയുടെ കൂട്ടുകാരിയായ പെണ്ണ് അവിടെ കിടന്ന് ഒച്ച വയ്ക്കുന്നൊക്കെ കേട്ടുകൊണ്ട് തന്നെ അവിടെ അടുത്തുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഓടിക്കൂടുകയാണ്. അവർ അബിയെ വളഞ്ഞിട്ട് അവിടെ ഇട്ട് തല്ലുന്നുമുണ്ട്. ഇവൻ എന്നെ സ്നേഹിച്ച് ചതിച്ചാണെന്നും തൻ്റെ കയ്യിലുള്ള മാല തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആ പെൺകുട്ടി അവിടെ വലിയ സീനൊക്കെ ആക്കുന്നുണ്ട്. എൻ്റെ 3 പവൻ്റെ അടുത്ത് വരുന്ന മാല അവൻ്റെ പോക്കറ്റിലുണ്ടെന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും നാട്ടുകാർ അബിയെ ഒന്ന് പരിശോധിക്കുകയും മാല കണ്ടെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ പെട്ടെന്ന് തന്നെ പോലീസിൽ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് അങ്ങോട്ടേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തുകയും അബിയെ കൈയോടെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പൊതുസ്ഥലത്ത് പെണ്ണുങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അബിയെ അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് ആ സുഹൃത്ത് മാല തിരിച്ച് നവ്യനെ ഏൽപ്പിക്കുന്നുണ്ട്. ഇത്രയും ക്രൂരനായ മോശ സ്വഭാവമുള്ള ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് നിനക്ക് വേറൊരാളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കത്തില്ലെന്നൊക്കെ നമ്മുടെ സുഹൃത്ത് നവ്യയോട് ചോദിക്കുന്നുണ്ടെങ്കിലും
ഇനിയൊരു വിവാഹത്തെപ്പറ്റി താൻ ആലോചിക്കുന്നില്ല എന്നും എൻ്റെ കുഞ്ഞിനെ നന്നായിട്ട് വളർത്തണം എന്നൊക്കെ തന്നെ നവ്യ പറയുകയാണ്. എന്നെയും എൻ്റെ കുഞ്ഞിനെയും ചതിച്ച് ഇവനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഇവന് കിട്ടിയ ശിക്ഷ പോരാ, ഇതിലും വലിയ ശിക്ഷ അവന് ഇനി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ തന്നെ നമ്മുടെ നവ്യ പറയുകയാണ്. ഒരിക്കലും അവൻ ഇനി പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു ശിക്ഷ അവന് മേടിച്ചു കൊടുത്തിട്ടേ താൻ അടങ്ങുള്ളൂ എന്നൊക്കെ തന്നെ നമ്മുടെ നവ്യ ഉറച്ച തീരുമാനം പറയുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ്റെ മുറിയിലെത്തിയിട്ട് നവ്യ പറയുന്നുണ്ട്, മുത്തശ്ശ, അവൻ്റെ കാമുയ്ക്ക് കൊടുക്കാനായിട്ട് എൻ്റെ ആഭരണപ്പെട്ടിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ മാല അത് ഞാൻ എൻ്റെതായ വഴിയിൽ തിരിച്ചെടുത്തു. ഇന്ന് പാർക്കിൽ വെച്ച് ഒരു സംഭവം നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യ മുത്തശ്ശിയോടും പാർക്കിൽ നടന്ന കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുകയാണ്. അബിക്ക് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടി. അവനിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണെന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശിക്കും ഒക്കെ സന്തോഷമാകുന്നുണ്ടെങ്കിലും അത് വലിയൊരു നാണക്കേടുവാണെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. കാരണം അനന്തപുരിയിലെ പയ്യനാണ് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തതെന്നൊക്കെയല്ലേ പുറത്തുള്ളവർ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കുടുംബത്തിനുള്ളിലെ നാണക്കേടല്ലേ മോളെ എന്ന് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ തലകുനിച്ച് തന്നെ നിൽക്കുകയാണ് കേട്ടോ, ഒന്നും മിണ്ടാതെ. എങ്കിലും എനിക്കപ്പോൾ അങ്ങനെ ചെയ്യാനാണ് മുത്തശ്ശ തോന്നിയത്. എന്നാലും ഇതൊന്നും കൊണ്ട് ഞാനവനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അന്ന് നന്ദു അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിൻ്റെ പേരിലാണല്ലോ ഞാനവനെ വെറുത്തത്. വീണ്ടും ഞാൻ നന്ദുവിനെ കൊണ്ട് തന്നെ അവനെ അറസ്റ്റ് ചെയ്യിക്കും. എന്നിട്ട് ജീവിതകാലം മുഴുവൻ അവൻ ജയിലിനകത്ത് കിടക്കുന്ന പോലെ ഞാൻ അവനെ തളയ്ക്കും എന്നൊക്കെ തന്നെ നമ്മുടെ നവ്യ പറയുന്നുണ്ട്. അങ്ങനെ നവ്യയുടെ സ്വർണ്ണങ്ങളെല്ലാം തന്നെ മുത്തശ്ശിയെ കൊണ്ട് ഏൽപ്പിക്കുകയാണ്. ഇനിയിപ്പം കുറച്ച് നാളത്തേക്ക് ഇത് മുത്തശ്ശിയുടെ കയ്യിൽ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ ഇവൻ ഇതും എടുത്ത് മറിച്ചെന്തെങ്കിലും ചെയ്ത് കളഞ്ഞേക്കും. അവനെ അങ്ങനെ വിശ്വസിക്കാനാവില്ല എന്നൊക്കെ തന്നെ നവ്യ പറയുമ്പോഴേക്കും മുത്തശ്ശി അത് എൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ മോളെ, മോൾക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഇവിടെ വന്ന് എടുത്താൽ മതി എന്നൊക്കെ തന്നെ നവ്യയോട് മുത്തശ്ശി പറയുകയാണ്. അങ്ങനെ ആ സ്വർണ്ണമൊക്കെ മുത്തശ്ശിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് നവ്യ. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ഇനി ഞാൻ അവനെങ്ങനെ വെറുതെ വിടുവൊന്നുമില്ല മുത്തശ്ശി, അവനെ ഞാനൊരു പാഠം തന്നെ പഠിപ്പിക്കും. എന്നെ എൻ്റെ കുഞ്ഞിനെയും ചതിച്ചതിനും ഈ കുടുംബത്തിന് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അവനെ അവൻ്റെ അമ്മേനെയും ഒന്നും ഞാൻ വെറുതെ വിടുകയില്ല. ഇതിനൊക്കെ തക്കതായ തിരിച്ചടി ഞാൻ അവന് കൊടുത്തിരിക്കുന്നു തന്നെ പറയുകയാണ്. ഇനി ഈ നവ്യ ആരാണെന്നുള്ളത് അവൻ ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ. അബിക്കെതിരെ ശക്തമായ നീക്കങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ നവ്യ. അബിയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി എന്നൊക്കെ അറിയുമ്പോഴേക്കും ജലജ മുത്തശ്ശന് മുമ്പിലേക്ക് ഓടിയെത്തുകയാണ്. അച്ഛൻ അറിഞ്ഞില്ലേ, അബിയെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അവനെ ആരെ കുടുക്കിയതാ എനിക്കറിയാം. ആരെന്ത് ചെയ്താലും എൻ്റെ മോൻ്റെ തലയിലാണല്ലോ എല്ലാം അവസാനം വരുന്നത്. എൻ്റെ മോനെ ആരെ കുടുക്കി തന്നെ എനിക്കറിയാം അച്ഛ എന്നൊക്കെ തന്നെ നമ്മുടെ ജലജ പറയുന്നുണ്ട്. അവനെ ആ നന്ദു മനഃപൂർവ്വം പെണ്ണ് കേസി കുടുക്കിയത് തന്നെയാണ്. എൻ്റെ മോനോട് മാത്രം ഇവരെന്തിനാ ഇത്രയും ശത്രുത കാണിക്കുന്നതെന്നൊക്കെ തന്നെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയും ഒന്നും മിണ്ടാതെ നല്ല ദേഷ്യത്തിൽ തന്നെ ജലജയെ നോക്കുന്നുണ്ട്. അച്ഛാ, എത്രയും പെട്ടെന്ന് അബിയെ പുറത്തിറക്കണം. അബി ഇനിയും ജയിലിൽ പോകരുത്. ഇപ്പം തന്നെ അവൻ ജയിലിൽ പോയിട്ട് വന്നതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, അബിയെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കണമെന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ നമ്മുടെ ജലജ. അപ്പോഴേക്കും നവ്യ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് നവ്യ ഒന്നും അറിയാത്ത പോലെ തന്നെ അവിടെ ഒരു അഭിനയം കാഴ്ചവെക്കുകയാണ്. അമ്മ എന്താ ഈ പറയുന്നത്? അബിയെ വീണ്ടും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്നോ? അതും പെണ്ണ് കേസിൽ അവനെ അറസ്റ്റ് ചെയ്തോ? അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എനിക്കറിയാം അവനെ. നന്ദു മനഃപൂർവ്വം അവനെ വീണ്ടും പെണ്ണ് കേസിൽ കൊടുക്കാനായിരിക്കും എന്നൊക്കെ തന്നെ ജലജയുടെ മുമ്പിൽ നവ്യ കരയുന്ന പോലെ കാണിക്കുകയാണ്. നവ്യ ഇപ്പോഴും തൻ്റെ മോൻ്റെ ക്രൂരമായ പ്രവർത്തികളൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ ജലജ നവ്യയോടെടുത്ത് പറയുന്നുണ്ട്. അതേ മോളെ, അവനെ വീണ്ടും ജയിലിൽ കയറ്റാനുള്ള ശ്രമങ്ങളായിരിക്കും പിന്നാമ്പുറത്ത് നടക്കുന്നത്. നിനക്കറിയാമല്ലോ നിന്റെ അബിയെ, അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അന്ന് ജ്വല്ലറിയിൽ എന്തോ തിരിമറി കാണിച്ചെന്നും പറഞ്ഞ് അവനെ ജയിലിൽ കയറ്റി. ഇപ്പോൾ ദേ അവനെ പെണ്ണ് കേസിൽ അറസ്റ്റ് ചെയ്തേക്കുന്നത്. ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ അവന്? എന്തിനാ അവനോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നതെന്നൊക്കെ ഉള്ളത് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും മോളെ എത്ര പെട്ടെന്ന് തന്നെ നമുക്ക് അവനെ ജാമ്യത്തിൽ ഇറക്കണമെന്നൊക്കെ തന്നെ പറയുക ജലജ. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, അവനെ ജാമ്യത്തിൽ ഇറക്കാനോ? ഞാൻ ഇനി ജാമ്യത്തിൽ ഇറക്കാൻ അവരുടെ കാല് പിടിക്കാനൊന്നും പോവില്ല. എനിക്ക് അനുഭവം ഉണ്ടല്ലോ, അന്ന് ഞാൻ അവളുടെ മുമ്പിൽ പോയി കാല് പിടിച്ചതാ. ഇനി ഞാൻ അങ്ങനെ അവളുടെ മുമ്പിൽ പോയി കാല് പിടിക്കാനൊന്നും നിൽക്കത്തില്ല. അമ്മ ഇനി എന്താണെന്ന് വെച്ചാൽ ചെയ്യേ എന്നൊക്കെ നമ്മുടെ നവ്യ ജലജയെ ഒഴിവാക്കിക്കൂടെ തന്നെ പറയുകയാണ്. അങ്ങനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജലജ സ്റ്റേഷനിൽ പോയി അബിയെ ജാമ്യത്തിൽ ഇറക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാരുടെ കയ്യിൽ നിന്നും നല്ലോണം തന്നെ അബിക്ക് കിട്ടിയിട്ടുമുണ്ട്. ദേഹമാസകലം നല്ല ഇടിയൊക്കെ കിട്ടിയിട്ട് അവശനായി തന്നെയാണ് കേട്ടോ നമ്മുടെ അബി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നത്. എന്നിട്ടും ജലജ അബിയും കൂട്ടിയിട്ട് വീട്ടിലോട്ട് വരുമ്പോഴേക്കും ഒന്നും അറിയാത്തവളെ പോലെ തന്നെ നവ്യ അബിയുടെ അടുത്ത് ചെന്നിട്ട് ഒരു അഭിനയം കാഴ്ചവെക്കുകയാണ്. എന്നിട്ട് അബിയുടെ ഈ അവസ്ഥയൊക്കെ കണ്ട് ജലജ വീട്ടിലൊരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നവ്യ നിയന്ത്രണം വിട്ടിട്ട് തന്നെ പറയുന്നുണ്ട്, മിണ്ടി പോകരുത് അമ്മയും മോനും. നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് തലയാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പാവയാണ് ഞാനെന്നോ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. എന്നിട്ട് അബിയുടെ നേർക്ക് ദേഷ്യപ്പെട്ടോണ്ട് തന്നെ നവ്യ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഓർത്തത്? നിന്റെ ഓരോ നീക്കവും ഞാൻ അറിയുന്നുണ്ട്. നീ ചെയ്തു കൂട്ടിയ എല്ലാ കുറ്റകൃത്യങ്ങളും തെമ്മാടിത്തരങ്ങളും നിന്റെ കയ്യിലിരിപ്പ് എല്ലാം ഞാൻ മനസ്സിലാക്കിയടാ. ഇനി നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. കാരണം എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ നിന്നെയും നിൻ്റെ അമ്മേനെയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
ഇപ്പം എനിക്ക് ശരിക്കും മനസ്സിലായിടാ നിന്റെ സ്വഭാവം എന്താണെന്നും നിന്റെ അമ്മയുടെ സ്വഭാവം എന്താണെന്നൊക്കെ ഉള്ളത്. എല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ട് നിന്നെ തകർക്കാൻ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴേക്കും അബി ഉടനെ പറയുന്നുണ്ട്, നീ എന്തറിഞ്ഞു എന്നാടി നീ പറയുന്നത്? ഇവർ പറയുന്നത് കേട്ടിട്ട് എൻ്റെ മെക്കിട്ട് കയറാൻ നീ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈയുടെ ചൂട് നീ അറിയുമെന്നൊക്കെ പറഞ്ഞ് നവ്യയുടെ നേരെ ഭീഷണി മുഴക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നവ്യ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ആഹാ, അത്രയ്ക്ക് ആയോടാ നീ? എന്നാ നീ ഒരു കാര്യം കേട്ടോ, എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു. ഇവിടെ നിൽക്കുന്ന ഈ ചന്തുമോളുടെ അച്ഛൻ നീയാണെന്നുള്ള സത്യം വരെ ഞാൻ അറിഞ്ഞു. എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ നീ നിൻ്റെ അമ്മയും കൂടെ കളിച്ച കളികളെല്ലാം ഞാൻ നിൻ്റെ വായിൽ നിന്ന് എന്നെ കേട്ടു. എല്ലാവരും നിന്നെയും നിൻ്റെ അമ്മേനും കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോൾ പോലും ഞാൻ നിൻ്റെ കൂടെ നിന്നവളാ. എന്നിട്ട് പോലും എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നിയിടാ? എൻ്റെ ശരിക്കുള്ള സ്വഭാവം നീ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. ഇനി നീ ഈ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കും. അതിനുള്ള എല്ലാ തെളിവുകളും ഞാൻ സംഘടിപ്പിച്ചു കഴിഞ്ഞു. നിനക്കെതിരെയുള്ള എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട്. അധികം വൈകാതെ തന്നെ ഇങ്ങോട്ടേക്ക് പോലീസ് എത്തും നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട്. ഇനി നീ ഈ കുടുക്കിന്ന് രക്ഷപ്പെടുകയല്ല മോനെ, നിന്നെ ഞാൻ താളയ്ക്കും, നീ നോക്കിക്കോ. കൂട്ടത്തിൽ നിന്റെ അമ്മയും കാണും. രണ്ടുപേരും കൂടെ ഇനി എണ്ണി ജീവിക്കേണ്ടി വരും എന്നൊക്കെ തന്നെ നമ്മുടെ നവ്യ പറയുക. നിനക്കെതിരെ ഒരു കൊലപാതക ശ്രമത്തിനും കേസെടുക്കും, കാരണം അനഘയെ കൊല്ലാൻ നോക്കിയതിന്. ഇതുപോലൊരു സ്ത്രീലമ്പടനായ നിന്റെ കൂടെ ജീവിച്ചല്ലോ എന്നോർത്ത് എനിക്ക് എന്നോട് തന്നെ ഇപ്പം അറപ്പ് തോന്നുകയാ. നിന്റെ കൂടെ തന്നെ ഞാൻ ഇത്ര നാളും ജീവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അബിയുടെ കാരണത്തിനിട്ട് ഒരടി വെച്ച് കൊടുക്കുകയുണ്ടോ നവ്യ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി ഈ തറവാട്ടിൽ നീ കാണില്ല. നിന്നെയും നിന്റെ അമ്മേനെയൊക്കെ ഈ തറവാട്ടിൽ നിന്ന് തന്നെ അടിച്ച് പുറത്താക്കും. നീ എന്താ ഓർത്തെ എന്നെ മുൻനിർത്തിക്കൊണ്ട് ഈ വീട്ടിലൊരു കലഹം സൃഷ്ടിച്ച് എല്ലാ സ്വത്തുക്കളും നിന്റെ കൈവക്കലാക്കാവുന്നോ? അതിന് എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ സമ്മതിക്കുകയല്ലടാ. എന്തായാലും നിൻ്റെയും നിൻ്റെ അമ്മയുടെയൊക്കെ സ്വഭാവം എനിക്കിപ്പോൾ നല്ലോണം മനസ്സിലായി. എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് നിന്റെ കൂടെ നിന്നിട്ട് പോലും നീ എന്നെ കുഴിയിലോട്ട് തള്ളിയിടുകയല്ലേ ചെയ്തത്. ഇനി നീ ജയിലിൽ തന്നെ കിടന്നാൽ മതി. ഇനി നീ ഒരിക്കലും പുറം ലോകം കാണാൻ പാടില്ല എന്നൊക്കെ കരഞ്ഞോണ്ട് അലറി വിളിക്കുകയാണ് കേട്ടോ നവ്യ. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കൂടെ വന്നിട്ട് നവ്യനെ ചേർത്ത് പിടിച്ചിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ വിട്ടേരെ, ഇനി എന്തായാലും നിന്റെ ജീവിതത്തിൽ ഇവൻ ഉണ്ടാവില്ല. ഇതുപോലൊരു ക്രൂരൻ്റെ കൂടെ മോൾ ഇനി ജീവിക്കുകയും വേണ്ട. മോളും മോളുടെ കുഞ്ഞും ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും, ഇവിടുന്ന് എങ്ങും പോകില്ല. ഈ വീട്ടിൽ നിന്ന് നേരത്തെ പുറത്താക്കേണ്ടവരാ ഇപ്പം മോള് പുറത്താക്കിയത്. എന്തായാലും മോള് ഇപ്പം എല്ലാം മനസ്സിലാക്കിയല്ലോ, അതിലൊരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യനെ എല്ലാവരും ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. അതേസമയത്ത് തന്നെ പോലീസുകാർ വന്ന് അഭിയും ജലജയെ